വ്യക്തിപരമായി എന്നെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു മരണമാണ് കണ്ണൂരിലെ ADM ആയിരുന്ന ശ്രീ നവീൻ ബാബുവിൻ്റേതാണ്. അദ്ദേഹം സത്യസന്ധനായ നിർഭയനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മരണശേഷം പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ അദ്ദേഹത്തിനോടുള്ള നമ്മുടെ മനോഭാവം വളരെയധികം നല്ല നിലയിൽ ഉയർത്തിയിട്ടുള്ളതാണ്. ആ മനുഷ്യൻ അകാരണമായി മരണപ്പെട്ടതിനെ തുടർന്ന് അനാഥമായ ഒരു കുടുംബത്തിൻ്റെ നിലവിളി നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളിൽ ഒരാൾ അന്ന് ശവസംസ്കാര ക്രിയ ചെയ്തതിൻ്റെ ചിത്രം തന്നെ നമ്മളെയൊക്കെ വളരെയേറെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അഴിമതിക്ക് കൂട്ട് നിൽക്കാത്ത ഒരു മനുഷ്യനായിട്ടാണ് നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അടിവരയിട്ട് പറയുന്നത്. സർവീസിൽ നിന്നും വിരമിക്കാനാകെ 1.5 വർഷം ബാക്കി നിൽക്കുമ്പോൾ സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോകുന്ന സന്തോഷത്തിലായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിന് യാതൊരു താല്പര്യം ഇല്ലാതിരുന്നിട്ടും നിർബന്ധപൂർവം അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് ചടങ്ങ് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്നു. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല, കളക്ടറുടെയൊക്കെ നിർബന്ധം കാരണം ആ മനുഷ്യൻ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന ജില്ലാ പ്രസിഡന്റ് ദിവ്യ ആ മനുഷ്യനെക്കുറിച്ച് പരസ്യമായി തന്നെ ഒരു ഇൻസൾട്ടിംഗ് രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചു. അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മാനസികപരമായ ഒരു അവസ്ഥ താങ്ങാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ അറിഞ്ഞതും അപ്പോഴൊക്കെ നമ്മൾ വിശ്വസിച്ചത്. ആ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൻ്റെ പേരിൽ തന്നെ PP ദിവ്യയ്ക്ക് ജയിലിൽ പോകേണ്ടിയും വന്നു. പിന്നീട് ജാമ്യം കിട്ടി പുറത്തൊക്കെ വന്നു. പക്ഷേ അടുത്ത കാലത്ത് വന്ന ചില വാർത്തകൾ വളരെയേറെ സംശയം ഉണ്ടാക്കുന്നതാണെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പാകെ CBIയുടെ അന്വേഷണം വേണമെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ പെറ്റീഷൻ ഹിയറിംഗ് നടന്നു കഴിഞ്ഞു. അതിൻ്റെ വിധി മിക്കവാറും നാളെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. CBI വേണോ വേണ്ടയോ എന്നുള്ളത് കൗസർ എടപ്പകത്ത് എന്ന് പറയുന്ന ജഡ്ജിയുടെ കോടതിയിലാണ് ഇത് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വിധിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വേണ്ടി, ഉത്തരവിനായി യഥാർത്ഥത്തിൽ കേരളം കാതോർത്തിരിക്കുകയാണ്. കാരണം അത്രത്തോളം കേരളത്തിലെ മനുഷ്യരുടെ സംശയങ്ങൾ നീണ്ടുപോയ ഒരു കേസാണിത്. ഒരുപാട് വ്യക്തികളെ മാനസികമായി തന്നെ വേട്ടയാടിയ, സങ്കടപ്പെടുത്തിയ ഒരു ഇൻസിഡൻ്റാണ് ശ്രീ നവീൻ ബാബുവിൻ്റെ മരണം. അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത കാലത്ത് വന്നിരിക്കുന്ന പല റിപ്പോർട്ടുകളും നമ്മളോട് പറയുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത ഏകദേശം 21 പരം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ പലതും പല ചാനലുകളിലും പല പ്രമുഖ വ്യക്തികൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകളായ പല വ്യക്തികളും അഭിപ്രായപ്പെട്ടത് തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തരേണ്ട പോലീസ് വിഭാഗം ഇപ്പോഴും അതിൻ്റെ ഉത്തരം തരുന്നില്ല. എൻക്വയറി നടത്തുന്ന CBIയുടെ എൻക്വയറിയെ തന്നെ ഭയപ്പെടുന്ന രീതിയിൽ എൻക്വയറി CBI നടത്തണ്ട എന്ന പക്ഷം സംസ്ഥാന ഗവൺമെൻറ്റും സ്വീകരിച്ചിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മനുഷ്യനാണ് നവീൻ ബാബു. ആ കുടുംബവും സ്ട്രോങ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആളുകളാണ്. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്, മറിച്ച് ഒരാളും ആ കുടുംബത്തിൽ ഇല്ല. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മരണത്തിൽ CBIയുടെ അന്വേഷണം സ്വാഗതം ചെയ്യേണ്ടതല്ലേ എന്ന് ന്യായമായും ആരും സംശയിച്ചു പോകും. സംസ്ഥാന പോലീസ് എത്ര അമാന്തത്തോടു കൂടിയാണ് ഈ എൻക്വയറി നടത്തിയത് എന്നുള്ളത് ആദ്യകാല റിപ്പോർട്ടുകൾ, വാർത്താ മാധ്യമങ്ങൾ വരെ പറഞ്ഞതാണ്. 2 മാസത്തോളം ആയിട്ടും ഇതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉയർന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരുന്നു. അന്വേഷണം സാധാരണ നിലയിലുള്ള ഒരു അന്വേഷണമായി പോയി. പക്ഷേ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഈ അന്വേഷണം കുറച്ചുകൂടി ഗൗരവമായിരുന്നെങ്കിൽ ഇപ്പോൾ CBIയുടെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഞ്ജുഷ ഉയർത്തില്ലായിരുന്നു. പക്ഷേ അന്വേഷണത്തിൻ്റെ ആദ്യ സമയത്ത് വന്ന പാകപ്പിഴകളൊക്കെ തന്നെയാണ് ഈ സംശയത്തിലേക്ക് ഇടവരുത്തിയിട്ടുള്ളത്. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം,
എന്തുകൊണ്ടാണ് ഈ നവീൻ ബാബു മുറി തുറന്നിട്ട് ആത്മഹത്യ ചെയ്തത്? ഒന്നാമത്തെ ചോദ്യമാണ്. സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണം എങ്കിൽ ഒന്നുകിൽ അദ്ദേഹം മുറ്റത്തോ പറമ്പിലോ മറ്റ് ഓപ്പണായ സ്ഥലങ്ങളിലോ പോയി ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഓപ്പൺ സ്പേസ് ആകുമ്പോൾ മിക്കവാറും ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി ചെയ്യാറുണ്ട്. പക്ഷേ വീട്ടിനുള്ളിൽ ഒരാൾ മുറി അടച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണ് ഇന്ന് വരെയുള്ള ചരിത്രം. മറിച്ച് കതക് വരെ തുറന്നിട്ടിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം ആത്മഹത്യ ആണ് ചെയ്തതെങ്കിൽ മുറി അടച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു, അദ്ദേഹം അത് ചെയ്തില്ല. രണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, കളക്ടർ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഒരാളാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് റാങ്ക് ADM റാങ്കിലുള്ള നവീൻ ബാബു, ഒരു പ്രധാന റവന്യൂ ഉദ്യോഗസ്ഥനാണ്. ഇത്രയും മിടുക്കനായ ഉദ്യോഗസ്ഥനെന്ന മന്ത്രിയും അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത പല സിവിൽ സർവീസ് IAS ഉദ്യോഗസ്ഥർ വരെ, കളക്ടർമാർ വരെ അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യൻ ഒരു സൂയിസൈഡ് നോട്ടില്ലാതെ അദ്ദേഹം മരണപ്പെടുമോ, ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളതാണ്. ഭാര്യയോടും മക്കളോടും പറയാൻ എന്തെങ്കിലും അദ്ദേഹത്തിനുണ്ടാകും. അത് അദ്ദേഹം കുറിപ്പായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിലും എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എന്നെ അവഹേളിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്തു, അത് ഇനിയും അതിൻ്റെ മാനസിക വിഷമത്തിൽ നിന്നും കരകയറാൻ എനിക്ക് കഴിയുന്നില്ല, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞെങ്കിലും ഭാര്യയോടും മക്കൾക്കും വേണ്ടി ഒരു സൂയിസൈഡ് നോട്ട് അദ്ദേഹത്തിന് എഴുതി വെക്കാം. എന്തുകൊണ്ട് അദ്ദേഹം അത് എഴുതി വെച്ചില്ല? സൂയിസൈഡ് നോട്ട് എഴുതാതെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുമോ? മൂന്നാമത്തെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്, അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്നും ഈ പത്തനംതിട്ടയിലേക്ക് പുറപ്പെടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് ആരോ വിളിച്ചു എന്ന് ഡ്രൈവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വിളിച്ച വ്യക്തി ആരാണ്? അങ്ങനെ ഒരാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. മൂന്നാമതായി, അദ്ദേഹം ആരെയൊക്കെയാണ് ഈ ആത്മഹത്യയ്ക്ക് മുമ്പായിട്ട് ആരെയൊക്കെയാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്? തിരിച്ച് അദ്ദേഹത്തിന് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? കാരണം സൂയിസൈഡൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ചില സൂചനകൾ ഈ മരണപ്പെട്ട വ്യക്തിയിൽ നിന്നുണ്ടാകും. അത് പല സുഹൃത്തുക്കൾക്കും ഏതെങ്കിലും തരത്തിൽ അയാൾ ഇൻഡയറക്റ്റ് സൂചനയെങ്കിലും അദ്ദേഹം കൊടുക്കും. പക്ഷേ ഇത് ആരൊക്കെയാണ് അങ്ങനെ ഇദ്ദേഹവുമായി കോണ്ടാക്റ്റ് ചെയ്തത്, ഇല്ലെങ്കിൽ ഇദ്ദേഹം കോണ്ടാക്റ്റ് ചെയ്തത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മുനീശ്വരൻ കോവിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കൊണ്ടാക്കി എന്ന് പറയുന്നു. അവിടെ സുഹൃത്ത് വരെ ഞാൻ ഇവിടെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങിയ ഈ മനുഷ്യൻ പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് എങ്ങനെ പോയി? അദ്ദേഹം ഏത് ഓട്ടോറിക്ഷയിലാണ് പോയ ഓട്ടോറിക്ഷയുടെ നമ്പരും ഡ്രൈവറെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ആ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അന്ന് രാത്രി ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയ ഡോക്ടർ പറയുന്നു അദ്ദേഹത്തിൻ്റെ വയറിൽ ഒന്നുമില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശൂന്യമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ രാത്രി ഒന്നും കഴിക്കാതെയാണോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്? അത് ഇതുവരെയും അന്വേഷിച്ചിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ തൂങ്ങി മരിക്കാൻ ഉള്ള കയറ്, അദ്ദേഹത്തിൻ്റെ 55 കിലോ വെയിറ്റ് വരുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം താങ്ങാൻ കഴിയുന്ന കയറല്ല ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഒരു പ്ലാസ്റ്റിക് കയർ, അതും ഒരു മൊബൈലിൻ്റെ ചാർജറിൽ ഘടിപ്പിച്ചിരിക്കുന്ന കനം മാത്രമുള്ള തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കയർ എന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് മറ്റ് ചോദ്യങ്ങളിൽ ഒന്ന്. കളക്ടറുടെ ചേംബറിൽ സെൻഡാബ് ചടങ്ങിന് ശേഷം ഇദ്ദേഹം പോയി എന്നും അവിടെ വെച്ച് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് കളക്ടറോട് പറഞ്ഞു എന്നും പറയുന്നു. അത് മരണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് കളക്ടർ അത് പറയുന്നത്. അതിനു മുമ്പ് കളക്ടർ ഇദ്ദേഹത്തിനെ കുറിച്ച് നല്ലവരാണ്, മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ കളക്ടർ തന്നെ പിന്നീട് ആ മൊഴി മാറ്റി എന്തുകൊണ്ട് പറഞ്ഞു? അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ചേംബറിൽ പോയിട്ടുണ്ടെങ്കിൽ ചേംബറിൽ പോയതായി കാണിക്കുന്ന CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ? ഇനി അടുത്ത്, ഈ ഒരു വാർത്താ മാധ്യമത്തിൽ ഇദ്ദേഹം അന്നേ ദിവസം രാത്രി ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു, അസ്വസ്ഥനായി നടന്നു എന്ന് പറഞ്ഞ് ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തതായി പറയുന്നു. അത് എന്തടിസ്ഥാനത്തിലാണ് അത് പുറത്തു വന്നത്? പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിവരവും വന്നിട്ടില്ല. മനഃപൂർവ്വം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ മനുഷ്യനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതാണോ ആ കാര്യം എന്നുള്ളതും പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല.
ഇനി അടുത്ത് ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നു. പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പിന് വേണ്ടി അപേക്ഷയുമായി നടന്ന മനുഷ്യൻ, ശുപാർശയുമായി നടന്ന മനുഷ്യൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ആ പരാതി കിട്ടിയിട്ടില്ലെന്ന് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്ഥിരീകരിച്ചു. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? പ്രശാന്തൻ്റെ അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടോ? പ്രശാന്തിന് ഈ തുക ഇത്രയും മുടക്കാൻ കഴിയുന്നത്, ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ് അദ്ദേഹത്തിന് ഉണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി അടുത്ത്, ദിവ്യ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രശാന്തിന് വേണ്ടി ശുപാർശ ചെയ്തത്? ഈ നവീൻ ബാബുവിനോട് ശുപാർശ ചെയ്തിട്ടും അത് ചെയ്യാത്തതിൻ്റെ ദേഷ്യമാണ് എന്നുള്ളതാണ് ആദ്യകാലത്ത് വന്നിട്ടുള്ള സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ദിവ്യ എന്തിനു വേണ്ടിയാണ് ഈ പ്രശാന്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ശുപാർശയ്ക്ക് ഇറങ്ങിയത് എന്ന് വ്യക്തമായും അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി ആ ദിവസം അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഡ്രൈവർ ഈ മരണ ദിവസം, അതായത് പിറ്റേന്ന് പുലർച്ചെ അദ്ദേഹത്തിന് വീട്ടിലെത്തിയിട്ടില്ല എന്ന അറിവ് കിട്ടിയതിനു ശേഷം ഈ വീട്ടിലേക്ക് പോകുമ്പോൾ കതവ് തുറന്നു കിടക്കുകയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്ക് പെട്ടെന്ന് അവിടെ കയറി നോക്കാതെ മറ്റാളുകളെ കൂട്ടുന്നതിന് കാരണം എന്തായിരുന്നു? സാധാരണ നിലയിൽ ഒരു വ്യക്തി മരണം നടന്ന വീട്ടിലേക്ക് പോകുമ്പോൾ മരണം നടന്നു എന്ന് മുൻപ് ഒരു ധാരണ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ, മരണപ്പെട്ട് കിടക്കുകയാണെന്ന് അറിയില്ലെങ്കിൽ അദ്ദേഹം വളരെ ധൃതിയിൽ എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചെന്നറിയാൻ വേണ്ടി പെട്ടെന്ന് മുറിക്കകത്ത് കയറും. അബോധാവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ശുഷ്കാന്തിയോടുകൂടി ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അകത്ത് കയറും. കാരണം എത്രയോ നാളുകളായി ഇത് ഈ നവീൻ ബാബുവിൻ്റെ ഡ്രൈവറാണ്. ഈ ഡ്രൈവർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം കയറി നോക്കാതെ മറ്റാളുകളെ കൂട്ടി അകത്ത് കയറിയതിൻ്റെ കാരണം എന്താണ്? ഇനി മറ്റൊരു വിഷയമുണ്ട്. ബാഗിനുള്ളിൽ അദ്ദേഹം 2 ബാഗ് കൊണ്ടുപോയി തിരിച്ച് യാത്ര പോകാൻ വേണ്ടിയിട്ട് ഈ ജീപ്പിൽ കയറിയപ്പോൾ 2 ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിനകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പോലീസ് ചകഞ്ഞിട്ടുണ്ടോ? പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഔദ്യോഗിക ഫയലുകൾ ഏതെങ്കിലും കോപ്പി എടുത്ത് അദ്ദേഹം വെച്ചിരുന്നോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? കാരണം ദുരൂഹത വന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള കൗതുകം നമുക്കെല്ലാം ഉള്ളത്. ഇനി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വാങ്ങിയ തുക എവിടെ പോയി? അദ്ദേഹം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടോ? വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചിട്ട് പോലീസ് എൻക്വയറി നടത്തിയിട്ടുണ്ടോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒടുവിൽ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഉമനീരൊലിച്ചിറങ്ങി എന്ന് പറയുന്നു. ഈ 2 കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് പരാമർശിക്കാതെ പോയി എന്നുള്ളത് അറിയേണ്ടതല്ലേ? അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്? എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തം പുരണ്ടത്? അങ്ങനെ ഒരു അവസ്ഥ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാകുമോ? അത് ഈ ഡെഡ് ബോഡി ഏറെ നേരം നിലത്ത് കിടത്തിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് വേറെ തരത്തിൽ പുറമേ കാണിക്കാതെ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു വാർത്തയിൽ കണ്ടത് ഏനസിനകത്തേക്ക് ചില ആയുധങ്ങൾ കടത്തി ആന്തരിക അവയവങ്ങൾ നശിപ്പിച്ചു എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. ശരിയാണോ എന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഉണ്ടാകാത്തത് എന്താണ്? മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ അത് ശേഖരിക്കാനുള്ളതും അത് കൂടുതൽ പരിശോധനയ്ക്ക് അയക്കേണ്ടതുമാണ്. അസ്വാഭാവിക മരണത്തിൻ്റെ എല്ലാ കാര്യത്തിലും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആ പോസ്റ്റ്മോർട്ടം, നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാതിരുന്നതിൻ്റെ കാരണം എന്താണ്? അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് തന്നെ ഒരു പ്രധാനപ്പെട്ട മുൻകാല രാഷ്ട്രീയ നേതാവായിരുന്ന ഒരു ഡോക്ടറാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർ ഈ കാര്യത്തിൽ അമാന്തം ബോധപൂർവം നടത്തിയിട്ടുണ്ടോ? ആരെങ്കിലും അതിന് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതാണ്. ആദ്യം ഇദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞ ജില്ലാ കളക്ടർ പിന്നീട് അത് മാറ്റി അദ്ദേഹം തനിക്കൊരു തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധന മുമ്പ് പറഞ്ഞതുപോലെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്.
ഇനി വേറൊന്നുള്ളത്, എന്തിനാണ് ധൃതി കൂട്ടി ഇത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്? കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ ആരാണ് താല്പര്യം എടുത്തത്? ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തുമ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഇൻക്വസ്റ്റിന് മുമ്പ് ബന്ധുക്കൾ എത്താതെ ഇത് നടത്താൻ ആരാണ് ധൃതി കൂട്ടിയത്? ഇനി മറ്റൊന്ന്, ഇതെല്ലാം നമുക്ക് മാറ്റി വെച്ചാൽ തന്നെ ഈ CBIയുടെ അന്വേഷണം വേണ്ട എന്ന് സർക്കാർ സ്ട്രോങ് നിലപാടെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് ഈ ഒരു ADM പോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ദുരൂഹ മരണമാകുമ്പോൾ അത് CBI ആണെങ്കിൽ, കുടുംബം ആവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് എന്തുകൊണ്ട് സർക്കാർ പറയുന്നില്ല? അത് പ്രധാനപ്പെട്ട ഒരു വിവരമാണ്, അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനും ഉള്ളതാണ്. ഇനി ഈ മരണത്തെ തുടർന്ന് ആ പരിസരത്ത് വന്ന അജ്ഞാത സ്ത്രീ ഇത് കൊലപാതകമാണെന്നും ഈ കൊലപാതകം തന്നെ നടത്തി ചില ആളുകൾ ഇദ്ദേഹത്തിനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണെന്നും അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് ചെയ്തതാണെന്നും പറയുന്നുണ്ട്. ഈ സ്ത്രീ ആരാണെന്ന് പിന്നീട് അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി എല്ലാത്തിലും ഉപരിയായി ഈ ധൃതി പിടിച്ച് ഈ ശവശരീരം ദഹിപ്പിക്കണം എന്ന് ആരുടെ നിർദ്ദേശമാണ് ഉണ്ടായത്? ഉടൻ തന്നെ എത്രയും വേഗം അത് ദഹിപ്പിക്കുക എന്നുള്ള ഒരു കർമ്മം നടത്തിയിരിക്കുന്നു. അത് ആരാണ് ഇതിനൊക്കെ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത് എന്നും കേരള സമൂഹം അറിയാൻ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് തീർച്ചയാണ്, ഇതിനകത്ത് ദുരൂഹതയുണ്ട്. അത് ആര് ഇല്ല എന്ന് പറഞ്ഞാലും കുറേ ദിവസങ്ങളായി മീഡിയാസ് മുഴുവൻ ഇക്കാര്യത്തിൽ ആ തലത്തിലുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ CBI തന്നെ അന്വേഷിക്കണോ വേണ്ടയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലാണ്. അതിൻ്റെ തീരുമാനം മിക്കവാറും നാളെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് CBI വേണോ അതോ ക്രൈംബ്രാഞ്ച് വേണോ എന്നുള്ള തീരുമാനം കോടതി എടുക്കും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ സംഭവം അറിയുന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇതിന് ഒരു CBI എൻക്വയറി തന്നെ വേണം എന്നുള്ളതാണ്. കോടതി അക്കാര്യത്തിൽ ഒരു ഉചിത തീരുമാനമെടുത്താൽ കേരളം അതിനൊപ്പം കൈയടിക്കുക തന്നെ ചെയ്യും.